ആദില നൂറ. പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്. ആദില കാരണം നല്ലൊരു ജീവിതമാണ് നൂറയുടെ ഇല്ലാതായത്. എങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 2-3 വീഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ വെച്ച് തരാം. ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു കാര്യം ക്ലിയറായി നിങ്ങൾക്ക് മനസ്സിലാവും. ആദില കാരണമാണ് നൂറയുടെ ജീവിതം ഇല്ലാതായത്. നൂറയുടെ ഫാമിലി പലവട്ടം ആദിലയിൽ നിന്ന് നൂറയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ആദില കാരണം മാത്രമാണ് നൂറ പെട്ടത്. ഓക്കെ, ഒരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ്. 2022 ഹൈക്കോടതി ആദിലയും നൂറയും ജീവിക്കാനുള്ള അനുവദിച്ചത്. കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം കോടതി ഇപ്പോൾ ഒരു പെണ്ണും ഇപ്പോൾ ഞാനൊരു ആണുമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവനെ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ കോടതി എന്നെയും അവനെയും കോടതിക്ക് വിളിപ്പിക്കും. അതിനുശേഷം അവനോട് ചോദിക്കും എന്നെ ഇഷ്ടമുണ്ടോ. അങ്ങനെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് രണ്ടുപേരോടും കോടതി ഒരുമിച്ച് ജീവിക്കാൻ പറയും. ഫൈൻ, അത് കോടതി നിയമമാണ്. ഓക്കെ പൊന്നുമക്കളെ, ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. 2022 നൂറ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. നിങ്ങളത് ക്ലിയറായി കേൾക്കണം. അതിനുശേഷം ആദില പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ വെക്കാം. അന്നെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ആദില കളിച്ചത്. അപ്പോൾ നമുക്കത് ആ ഒരു വീഡിയോ കാണാം. +1 സ്റ്റാർട്ടിങ്ങിലൊന്നും ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ലായിരുന്നു, ജസ്റ്റ് കണ്ട് ഫ്രണ്ട്സ് പോലായിരുന്നു. പിന്നെ ഒരു +2 എത്തി കഴിഞ്ഞപ്പം ആ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് എന്തോ ഒരു സ്പാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഞങ്ങൾ ഒന്നും കൂടി ക്ലോസ് ആവാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് അപ്പം മനസ്സിലായി. കാരണം എനിക്ക് ഇവളോടൊരു പ്രത്യേക തരം ഇഷ്ടം എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ പൊന്നാര പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ നൂറ പറയുന്നുണ്ടല്ലോ ആദിലയെ എനിക്കിഷ്ടമാണെന്ന് നൂറ ക്ലിയറായി പറയുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താണ് വട്ടാണോ നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണണം. ഓക്കെ, ഇപ്പോൾ +2 പഠിക്കുമ്പോൾ ഞങ്ങൾ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ഷെയർ ചെയ്ത് അങ്ങനെ ഇതാക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലോട് ചോദിച്ചു, ഇപ്പം ഞാനൊരാണല്ലെങ്കിൽ നീ ഒരാണായിരുന്നെങ്കിൽ നമുക്ക് മുസ്ലിം ഫാമിലി കൂടെയാണ്, റിലീജിയനും കുഴപ്പമില്ല, അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാറുന്നില്ലേ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും അങ്ങനെ തന്നെ ഒരു ഇതിലാണ് പറഞ്ഞത് ഇങ്ങോട്ടും. പൊന്നുമക്കളെ, ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി. അതായത് ആദില നിരന്തരം നൂറയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാമൊക്കെ പറഞ്ഞ് നൂറയുടെ മനസ്സിനെ ഇല്ലാതാക്കുകയാണ്. പിന്നെ ഇത് വീട്ടിൽ പിടിച്ച സമയത്ത് നൂറയുടെ ഫാമിലി നല്ല രീതിയിൽ വിമർശനം അറിയിച്ചു. ആദില, നിനക്ക് ഞങ്ങളുടെ പൊന്നുമോളെ ഞങ്ങൾ തരൂല, ഇവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ട്, ഇവൾക്ക് നല്ലൊരു ചെക്കനെ ഞങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കും, നീയല്ല ഇവന്റെ ചെക്കനെന്നൊക്കെ ആദിലയോട് പറഞ്ഞപ്പോൾ ആദിലയാണ് കേസിന് പോയത്. നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി കാണണം. ഓക്കെ, പങ്കാളിയായ ഫാത്തിമ നൂറയെ ബന്ധുക്കൾ ബലമായി പിടിച്ചുകൊണ്ടുപോയെന്നാരോപിച്ച് ഇന്നു രാവിലെയാണ് ആദില നസ്രിൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് സ്വതന്ത്രമായി പങ്കാളിക്കൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ആദില കോടതിയിൽ ആവശ്യപ്പെട്ടത്. ആലുവയിലെ ബന്ധുവീട്ടിൽ പങ്കാളിയായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി ഫാത്തിമ നൂറയ്ക്കൊപ്പമാണ് ആദില നസ്രിൻ താമസിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പ് ഫാത്തിമ നൂറയെ അമ്മയും ബന്ധുക്കളും ആലുവയിലെ വീട്ടിലെത്തി ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ആദിലയുടെ പരാതി. വീട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്ന പങ്കാളിയെ മോചിപ്പിച്ച് ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദില നസ്രിൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ഫാത്തിമ നൂറയെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് ഫാത്തിമ നൂറയുടെ താൽപര്യം കൂടി പരിഗണിച്ചാണ് ഇരുവരെയും ഒന്നിച്ചു ജീവിക്കാൻ കോടതി അനുവദിച്ചത്. പ്രായപൂർത്തിയായവർക്ക് ഒന്നിച്ചു ജീവിക്കാൻ വിലക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇതൊക്കെ നടക്കുന്നത് 18 വയസ്സിലാണ്. 18 വയസ്സിൽ ഒരു തീരുമാനിക്കുന്ന വയസ്സല്ല. നമുക്ക് ഇത്തിരിയെങ്കിലും ആരുടെ കൂടെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ മിനിമം 20 വയസ്സെങ്കിലും വേണം പൊന്നുമക്കളെ. അതിപ്പോൾ ആണിനായാലും പെണ്ണിനായാലും. കുറേ പേര് ഇപ്പോൾ SSLC പഠിക്കുന്ന സമയത്ത് +1 +2 പഠിക്കുന്ന സമയത്ത് പ്രേമിക്കുന്നു. ആ പ്രേമമൊക്കെ ഒരു കളി തമാശ പ്രേമമാണ്. അതായത് നമുക്ക് ഒരാളുടെ കൂടെ, ഇവനുടെ കൂടെ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ കൂടെ ഒരു പെണ്ണിന് ജീവിക്കാൻ തോന്നിയാൽ 20 വയസ്സെങ്കിലും ആവണം അവൾക്കൊന്ന് ചിന്തിക്കാം, ഞാൻ അവളെ പൊന്നുപോലെ നോക്കൂ. അതൊക്കെ ചിന്തിച്ചെടുക്കണമെങ്കിൽ ഇത്തിരിയെങ്കിലും വയസ്സാവണം. ഓക്കെ, ഇവിടെ 18 വയസ്സിലാണ് ആദില നൂറയെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്തിനാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഇഷ്യൂ ആണ്. അതായത് നൂറയ്ക്ക് ഇപ്പോൾ അവളുടെ ഫാമിലിക്ക് പോകാൻ പറ്റൂല. കാരണം കോടതി കയറ്റിയതല്ലേ, സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും കോടതി കയറ്റിയതല്ലേ, പിന്നെ എങ്ങനെ ആ വീട്ടിലേക്ക് പോകും? പെട്ടതാണ്, പോവാൻ ഒരിടവുമില്ലാതെ ആതിരയുടെ കൂടെ പെട്ടതാണ്.
ഞാൻ ബിഗ് ബോസ് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വേദനയായി. എല്ലാവരുടെയും ഫാമിലി ഇപ്പോൾ ഓണം വരുമ്പോഴും ഇല്ലെങ്കിൽ പെരുന്നാൾ വരുമ്പോഴും നല്ല നല്ല ഫംഗ്ഷൻ വരുമ്പോൾ ബിഗ് ബോസിൽ അവരവരുടെ ഫാമിലി വന്ന് വിഷ് ചെയ്യാറുണ്ട്, അതായത് വിഷ് ചെയ്യലുണ്ട്. ഇവിടെ നൂറയുടെയും ആദിലയുടെയും ഫാമിലിക്ക് പകരം ആരോ ഒരാളാണ് വന്നത്. ഇതിന് കാരണം ഇവരല്ലേ, പൊന്നാര ആദില, പൊന്നാര നൂറ. നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ലൈഫ് ഉണ്ട്. ഓക്കെ, ആദില പല ഇന്റർവ്യൂവിലും ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ഒരു ആണുമായി പൊരുത്തപ്പെടാൻ പറ്റൂല, അതായത് സെക്ഷുവൽ ഇഷ്യൂവിൽ ഒരു പെണ്ണുമായി മാത്രമേ എനിക്ക് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് നൂറയെ ഞാൻ പ്രപ്പോസ് ചെയ്തത് എന്നാണ് ആദില പറയുന്നത്. ആദിലയോട് ഒരു കാര്യം പറയുകയാണ്, ഇത് ഇന്ത്യ രാജ്യമാണ്, ഇവിടെ കിട്ടാത്ത മരുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണുക, മെഡിസിൻ എടുക്കുക, സോൾവ് ആവും. അല്ലാതെ ഒരു നല്ലൊരു പെൺകുട്ടിയുടെ ജീവിതമല്ല ഇല്ലാതാക്കേണ്ടത്. നൂറയോടൊരു കാര്യം പറയുകയാണ്, പൊന്നാര നൂറ, അത് നല്ല റിലേഷൻ അല്ല. ഒരു 4-5 വർഷം കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും? നിനക്ക് കുട്ടികൾ വേണ്ടേ? വേണ്ട, കുട്ടികൾ വേണ്ടെന്നേ ഇരിക്കട്ടെ. നാളെ നിങ്ങൾ എത്ര വർഷം ഇങ്ങനെ ജീവിക്കും? കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നൂറയോട് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഞാൻ പെട്ടതെന്ന് നീ ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്ന്. ആദിലക്കും നല്ല ഭാവി ഉണ്ടാവും, നിനക്കും നല്ല ഭാവി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ കാരണം, ലക്ഷ്മി ഓപ്പണായി പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ആദിലയും നൂറയും വീട്ടിലേക്ക് പോലും കയറ്റാൻ നമുക്ക് ആർക്കും പറ്റൂല എന്ന്. ആ പറഞ്ഞതിൽ ചില ശരിയുമുണ്ട് തെറ്റുമുണ്ട്. എന്താണ് ആ പറഞ്ഞതിൽ ശരി? പൊന്നുമക്കളെ, ആദിലയും നൂറയും നമ്മൾ വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ അത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബോസിലേക്ക് തന്നെ ഇവരെ കയറ്റിയത് വലിയൊരു പ്രശ്നമായി. വലിയൊരു വിഭാഗം ഇവരെ കണ്ട് പഠിക്കാനായി റെഡിയായിരിക്കുകയാണ്. കമന്റ് ബോക്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും പറയുന്നത് പെണ്ണുമായി ഞങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിഗ് ബോസിലേക്ക് പോവാമല്ലോ, ബിഗ് ബോസിലേക്ക് ഞങ്ങൾക്ക് ചാൻസ് കിട്ടുമല്ലോ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്നാണ് കുറെ പേര് പറയുന്നത്. വലിയൊരു പ്രശ്നമാണ്. പിന്നെ ലക്ഷ്മി ഇത്ര ഓപ്പണായിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആദിലയുടെ കാര്യത്തിൽ അതായത് സെക്സ്വൽ റിലേഷന് ആണുങ്ങളായിട്ട് വലിയൊരു താല്പര്യമില്ല എന്നാണ് ആദില പറയുന്നത്. അതിന് മെഡിസിൻ എടുക്കണം. നൂറയല്ല അതിന് കൊണ്ടു നടക്കേണ്ടത്. നൂറ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. പൊന്നുമക്കളെ, നൂറയ്ക്ക് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കുടിക്കുന്ന വെള്ളത്തിലോ എന്തെങ്കിലും പൗഡറോ എന്തെങ്കിലും മിക്സ് ചെയ്ത് നൂറക്ക് ആദില ഇട്ട് കൊടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ വേദനയാണ് തോന്നുന്നത്. ആദിലയുടെ കൂടെ അല്ല നൂറയുടെ ജീവിതം തീർക്കേണ്ടത്. എന്താണല്ലേ? അപ്പോൾ ഏതാണ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.